എല്ലാവർക്കും PSC ഫോർ സീക്കേഴ്സിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. PSCക്ക് ഇഷ്ടപ്പെട്ട മലയാളം ഭാഗത്തു നിന്നുമുള്ള ചോദ്യങ്ങളാണ് പ്രശസ്തരും ആത്മകഥകളും. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഈ ഭാഗത്തു നിന്നുമുള്ള ഒട്ടുമിക്ക ചോദ്യങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ എന്ന ആത്മകഥ എഴുതിയത് NN പിള്ളയാണ്. ഓർക്കുക, NN പിള്ളയുടെ ആത്മകഥയാണ് ഞാൻ. കണ്ണീരും കിനാവും എന്നത് VT ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയാണ്. ഓർക്കുക, VT ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയുടെ പേരാണ് കണ്ണീരും കിനാവും. മിക്ക പരീക്ഷകളിലും ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യമാണിത്. അടുത്തത്, അരങ്ങു കാണാത്ത നടൻ തിക്കോടിയൻ്റെ ആത്മകഥയാണ്. അരങ്ങു കാണാത്ത നടൻ എന്നത് തിക്കോടിയൻ്റെ ആത്മകഥയാണ്. റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണിത്. തിക്കോടിയൻ്റെ യഥാർത്ഥ നാമം P. കുഞ്ഞനന്ദൻ നായർ എന്നാണ്. അതും ഓർത്തു വെക്കണം. അടുത്തത്, P. കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയാണ് എന്നെ തിരയുന്ന ഞാൻ. ഓർക്കുക, എന്നെ തിരയുന്ന ഞാൻ എന്നത് P. കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയാണ്. എൻ്റെ കഥ മാധവിക്കുട്ടിയുടെ ആത്മകഥയുടെ പേരാണ് എൻ്റെ കഥ. എൻ്റെ കഥ മാധവിക്കുട്ടി. മറക്കാനാവാത്ത അനുഭവങ്ങൾ എന്നത് C. അച്യുതമേനോൻ്റെ ആത്മകഥയാണ്. മറക്കാതിരിക്കണം. C. അച്യുതമേനോൻ്റെ ആത്മകഥയാണ് മറക്കാനാവാത്ത അനുഭവങ്ങൾ. എൻ്റെ നാടുകടത്തൽ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ ആത്മകഥയുടെ പേരാണ് എൻ്റെ നാടുകടത്തൽ. ഓർക്കുക, എൻ്റെ നാടുകടത്തൽ എന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടേതാണ്. ഉറ്റവരുടെ സ്നേഹകഥകൾ അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ ആത്മകഥയുടെ പേരാണ് ഉറ്റവരുടെ സ്നേഹകഥകൾ. അടുത്തത്, അടുക്കളയിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് ഭാരതി ഉദയഭാനുവിൻ്റെ ആത്മകഥയുടെ പേരാണ് അടുക്കളയിൽ നിന്ന് പാർലമെൻറ്റിലേക്ക്. അടുത്തത്, ആരോടും പരിഭവമില്ലാതെ എന്നത് MK നായരുടെ ആത്മകഥയാണ്. ഓർത്തിരിക്കുക, MK നായരുടെ ആത്മകഥയാണ് ആരോടും പരിഭവമില്ലാതെ. തോപ്പിൽ ഭാസിയുടെ ആത്മകഥയാണ് ഒളിവിലെ ഓർമ്മകൾ. ഓർത്തിരിക്കുക, ഒളിവിലെ ഓർമ്മകൾ തോപ്പിൽ ഭാസിയുടെ ആത്മകഥയാണ്. കാവ്യലോക സ്മരണകൾ എന്നത് വൈലോപ്പിള്ളിയുടെ ആത്മകഥയുടെ പേരാണ്. ഓർക്കുക, കാവ്യലോക സ്മരണകൾ വൈലോപ്പിള്ളി. ഓർമ്മയുടെ ഓളങ്ങളിൽ എന്നത് G. ശങ്കരക്കുറുപ്പിൻ്റെ ആത്മകഥയാണ്. ഓർത്തിരിക്കുക, ഓർമ്മയുടെ ഓളങ്ങളിൽ G. ശങ്കരക്കുറുപ്പിൻ്റെ ആത്മകഥയാണ്. ഓർമ്മകളുടെ അറകൾ ബഷീറിൻ്റെ ആത്മകഥയാണ് ഓർമ്മകളുടെ അറകൾ. അടുത്തത്, മരിക്കാത്ത ഓർമ്മകൾ പാറപ്പുറത്തിൻ്റെ ആത്മകഥയുടെ പേരാണ് മരിക്കാത്ത ഓർമ്മകൾ. പാറപ്പുറത്ത് എന്നത് KE മത്തായിയുടെ തൂലികാനാമമാണ്. തുടിക്കുന്ന താളുകൾ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ആത്മകഥയാണ് തുടിക്കുന്ന താളുകൾ. ജീവിത സ്മരണകൾ എന്നത് EV കൃഷ്ണപിള്ളയുടെ ആത്മകഥയുടെ പേരാണ്. ഓർക്കുക, EV കൃഷ്ണപിള്ളയുടെ ആത്മകഥയാണ് ജീവിത സ്മരണകൾ. P. ഭാസ്കരൻ്റെ ആത്മകഥയുടെ പേരാണ് കാടാറുമാസം. ഓർക്കുക, കാടാറുമാസം എന്നത് P. ഭാസ്കരൻ്റെ ആത്മകഥയാണ്. സമരം തന്നെ ജീവിതം, സമരത്തിന് വിട ഇവ VS അച്യുതാനന്ദൻ്റെ ആത്മകഥകളാണ്. ജീവിത സമരം C. കേശവൻ്റെ ആത്മകഥയാണ്. C. കേശവൻ്റെ ആത്മകഥയാണ് ജീവിത സമരം. അടുത്തത്, എൻ്റെ നാടക സ്മരണകൾ PJ ആൻ്റണിയുടെ ആത്മകഥയാണ് എൻ്റെ നാടക സ്മരണകൾ. ഓർക്കുക, PJ ആൻ്റണിയുടെ ആത്മകഥയാണ് എൻ്റെ നാടക സ്മരണകൾ. ഓർമ്മകളുടെ ലോകത്തിൽ എതിർപ്പ്
ഇവ രണ്ടും പി കേശവദേവിൻ്റെ ആത്മകഥകളാണ്. ഓർക്കുക, പി കേശവദേവിൻ്റെ ആത്മകഥകളാണ് ഓർമ്മകളുടെ ലോകത്തിൽ, എതിർപ്പ് എന്നിവ. എൻ്റെ കുതിപ്പും കിതപ്പും ഫാദർ ജോസഫ് വടക്കൻ്റെ ആത്മകഥയാണ് എൻ്റെ കുതിപ്പും കിതപ്പും. കെ.ആർ. ഗൗരിയമ്മയുടെ ആത്മകഥയുടെ പേര് ആത്മകഥ എന്നു തന്നെയാണ്. ഓർക്കുക, ആത്മകഥ എന്നാണ് കെ.ആർ. ഗൗരിയമ്മയുടെ ആത്മകഥയുടെ പേര്. കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയുടെ പേരാണ് കൊഴിഞ്ഞ ഇലകൾ. ഓർക്കുക, കൊഴിഞ്ഞ ഇലകൾ, ജോസഫ് മുണ്ടശ്ശേരി. കഴിഞ്ഞ കാലം കെ.പി. കേശവമേനോൻ്റെ ആത്മകഥയുടെ പേരാണ് കഴിഞ്ഞ കാലം. ജോസഫ് മുണ്ടശ്ശേരിയുടെ കൊഴിഞ്ഞ ഇലകളും കഴിഞ്ഞ കാലവും തമ്മിൽ മാറാൻ പാടില്ല. കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ്, എന്നാൽ കഴിഞ്ഞ കാലം കെ.പി. കേശവമേനോൻ്റെ ആത്മകഥയാണ്. ഓർമ്മക്കുറിപ്പുകൾ ഈച്ചര വാര്യരുടെ ആത്മകഥയുടെ പേരാണ് ഓർമ്മക്കുറിപ്പുകൾ. ലളിതാംബിക അന്തർജനത്തിൻ്റെ ആത്മകഥയുടെ പേരാണ് ആത്മകഥയ്ക്ക് ഒരു ആമുഖം. ഓർക്കുക, ആത്മകഥയ്ക്ക് ഒരു ആമുഖം എന്നത് ലളിതാംബിക അന്തർജനത്തിൻ്റെ ആത്മകഥയാണ്. ഓർമ്മയുടെ തീരങ്ങളിൽ എൻ്റെ വക്കീൽ ജീവിതം എന്നിവ തകഴി ശിവശങ്കരപ്പിള്ളയുടെ ആത്മകഥകളാണ്. ഓർക്കുക, ഓർമ്മയുടെ തീരങ്ങളിൽ എൻ്റെ വക്കീൽ ജീവിതം എന്നിവ തകഴി ശിവശങ്കരപ്പിള്ളയുടെ ആത്മകഥയാണ്. എൻ്റെ വഴിയമ്പലങ്ങൾ എസ് കെ പൊറ്റക്കാടിൻ്റെ ആത്മകഥയുടെ പേരാണ് എൻ്റെ വഴിയമ്പലങ്ങൾ. ഓർക്കുക, എൻ്റെ വഴിയമ്പലങ്ങൾ, എസ് കെ പൊറ്റക്കാട്. എന്നിലൂടെ കുഞ്ഞുണ്ണി മാഷിൻ്റെ ആത്മകഥയുടെ പേരാണ് എന്നിലൂടെ. ഓർക്കുക, എന്നിലൂടെ കുഞ്ഞുണ്ണി മാഷിൻ്റെ ആത്മകഥയുടെ പേരാണ്. വ്യാഴവട്ട സ്മരണകൾ ബി കല്യാണി അമ്മയുടെ ആത്മകഥയുടെ പേരാണ് വ്യാഴവട്ട സ്മരണകൾ. സ്മരണ മാധുരി ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ ആത്മകഥയുടെ പേരാണ് സ്മരണ മാധുരി. കർമ്മഗതി എം കെ സാനുവിൻ്റെ ആത്മകഥയുടെ പേരാണ് കർമ്മഗതി. സമരത്തീച്ചൂളയിൽ ഇ കെ നായനാരുടെ ആത്മകഥയുടെ പേരാണ് സമരത്തീച്ചൂളയിൽ. ചിദംബര സ്മരണ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ആത്മകഥയുടെ പേരാണ് ചിദംബര സ്മരണ. എൻ്റെ ജീവിത കഥ എ കെ ജിയുടെ ആത്മകഥയുടെ പേരാണ് എൻ്റെ ജീവിത കഥ. അടുത്തത് തുറന്നിട്ട വാതിൽ ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയുടെ പേരാണ് തുറന്നിട്ട വാതിൽ. പതറാതെ മുന്നോട്ട് കെ കരുണാകരൻ്റെ ആത്മകഥയാണ് പതറാതെ മുന്നോട്ട്. ഓർക്കുക, പതറാതെ മുന്നോട്ട് കെ കരുണാകരൻ്റെ ആത്മകഥയാണ്. സ്നേഹാദരങ്ങളോടെ എം ടി വാസുദേവൻ നായരുടെ ആത്മകഥയുടെ പേരാണ് സ്നേഹാദരങ്ങളോടെ. സ്വരഭേദങ്ങൾ ഭാഗ്യലക്ഷ്മിയുടെ ആത്മകഥയാണ് സ്വരഭേദങ്ങൾ. ഓർക്കുക, സ്വരഭേദങ്ങൾ, ഭാഗ്യലക്ഷ്മി. ഓർമ്മ പുസ്തകം ഒ വി വിജയൻ്റെ ആത്മകഥയുടെ പേരാണ് ഓർമ്മ പുസ്തകം. നിങ്ങൾ എന്നെ കോൺഗ്രസ് ആക്കി എ പി അബ്ദുള്ളക്കുട്ടിയുടെ ആത്മകഥയുടെ പേരാണ് നിങ്ങൾ എന്നെ കോൺഗ്രസ് ആക്കി. കഥ തുടരും കെ പി എസ് സി ലളിതയുടെ ആത്മകഥയുടെ പേരാണ് കഥ തുടരും. ഓർമ്മയിലെ പച്ചകൾ എന്നത് കലാമണ്ഡലം ഗോപിയുടെ ആത്മകഥയുടെ പേരാണ്. ഓർക്കുക, കലാമണ്ഡലം ഗോപിയുടെ ആത്മകഥയാണ് ഓർമ്മയിലെ പച്ചകൾ. കഥയില്ലാത്തവൻ്റെ കഥ എം എൻ പാലൂരിൻ്റെ ആത്മകഥയാണ് കഥയില്ലാത്തവൻ്റെ കഥ. ലാസ്റ്റ് വൺ കളിമുറ്റം യു എ ഖാദറിൻ്റെ ആത്മകഥയുടെ പേരാണ് കളിമുറ്റം.
ഓർക്കുക, കളിമുറ്റം UA ഖാദർ. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.